കറണ്ട് പോയല്ലോ. നീ നോക്കണ്ട, ഇനി നാളെ കറണ്ട് വരത്തുള്ളൂ. അച്ഛാ ഇനിയിപ്പോൾ ഓരോന്നോരോന്നായിട്ട് ഇങ്ങോട്ട് ഇറങ്ങിക്കോളുമല്ലോ. കറണ്ട് പോയപ്പോ ഒറ്റയ്ക്കിരിക്കണ്ടെന്ന് അമ്മേ, ആഹാ വന്നല്ലോ. ഇനി ഒരെണ്ണം കൂടി ഉണ്ടല്ലോ ബാലൻസ്. എന്നെയാണോ ഉദ്ദേശിച്ചത്? ഇപ്പോൾ ഓക്കെ, കുറച്ച് നേരത്തേക്കെങ്കിലും ആ ടാബിനും ലാപ്ടോപ്പിനും കുറച്ച് സൗകര്യം കിട്ടുമല്ലോ. ഓ, ടി വിയിൽ ന്യൂസ് കാണാത്തൊരു വ്യക്തി. ചേടാ, 9 മണി കഴിഞ്ഞല്ലോ. കറണ്ടിനെങ്ങാനും വരുമോ? കറണ്ടിനെ നോക്കിയിരുന്ന ഇരിക്കത്തേ ഉണ്ടാവുള്ളൂ. ഞാൻ ഭക്ഷണം എടുത്ത് വയ്ക്കാം, എല്ലാവരും കഴിച്ചിട്ട് കിടന്നു. കറണ്ടിന് വരുമെന്ന് തോന്നുന്നില്ല. അതെന്തുകൊണ്ടും നല്ലൊരു ഇതാണമ്മേ. അതെ അതെ. എന്താ നേരത്തെ കിടന്നിട്ട് ഉറക്കം വരുന്നില്ല? കുറച്ചങ്ങോട്ട് നീങ്ങി കിടന്നു. എനിക്കൊരു കഥ ഓർമ്മ. ചേച്ചി, നിനക്ക് ഉറക്കം വരുന്നില്ലായിരിക്കും അല്ലേ? വാ, ഇവിടെ കിടന്നു. നമുക്ക് എന്തെങ്കിലും കഴിച്ചാലോ? രാത്രിയിലോ? എന്നാ വാ, നമുക്ക് ലുഡോ കളിക്കാം. ലൂഡോ വേണ്ട, വേറെ എന്തെങ്കിലും കളിക്കാം. നമുക്ക് ഊജാവോട് കളിക്കാം. അത് വേണം, അത് ഇച്ചിരി റിസ്ക് അല്ലേ? നമുക്കൊന്ന് കളിച്ചു നോക്കിയാലോ? നോക്കാം. നമ്മൾ മാത്രം ഒരു രസമില്ല. അതിപ്പോൾ ശരിയാക്കി തരാം. എത്തിയില്ലോ. എന്താ ഭയങ്കര അത്യാവശ്യമായിട്ട് എന്തൊക്കെയോ ചെയ്യാനുണ്ടെന്ന് പറഞ്ഞിട്ട്. അല്ല, ഇത് ഓജോ ബോർഡല്ലേ? ഇത് കളിക്കാനാണോ അത്യാവശ്യമായിട്ട് വിളിച്ചത്? എന്തേ, കാർത്തിക്ക് പേടിയാണോ? ഏയ്, പിന്നെ ചോദിക്കുന്ന ആൾക്ക് അത് തീരെ ഇല്ലല്ലോ. പേടിക്കാനേ, എൻ്റെ പേര് കാർത്തിക്. ഓ, രണ്ടും ഒന്ന് നിർത്തുവോ? എപ്പോൾ കണ്ടാലും അടി ഇടി. പല്ലി വായടിച്ചിരിക്കും. നമുക്കൊന്ന് തരട്ടോ പല്ലി. നിങ്ങൾ കഴിഞ്ഞെങ്കിൽ നമുക്ക് തുടങ്ങിയാലോ? ഞാൻ റെഡിയാ. ഞാനും റെഡിയാ. നമുക്ക് തുടങ്ങാം. Good spirit, please come. Good spirit, please come. Good spirit, please come. Good spirit, please come. An eternity later. അനക്കൊന്നും കാണുന്നില്ലല്ലോ. ചിലപ്പോ പ്രേതത്തിന് വരാൻ മൂടുണ്ടാവില്ല. എന്താ പ്രേതം നിന്നോട് പറഞ്ഞോ വരാൻ മൂടില്ലാന്ന്? ഇയാളോട് പറഞ്ഞോ പ്രേതം വരാന്ന്? ആര്? ഹലോ ഗൈസ്, എന്താ എല്ലാവർക്കും സുഖല്ലേ? ഏതാടി ശവമേ? ആഹാ, അത് കൊള്ളാലോ. വിളിച്ചു വരുത്തി അപമാനിക്കുന്നു. നീ ഏതാ കൊച്ചെ? വീട്ടിൽ കയറി വന്ന് അതും ഇതും പറഞ്ഞുണ്ടല്ലോ. അത് ശരി. ആരാ പിന്നെ ഇത്രയും നേരം ഗുഡ് സ്പിരിറ്റ് കം 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 എന്ന് പറഞ്ഞ് വിളിച്ചോണ്ടിരുന്നത്? അല്ലെങ്കിലും എനിക്കിത് കിട്ടണം. ഈ പേരും മഴയത്ത് നിങ്ങളെ വിളിച്ചപ്പോ ഞാൻ വന്നില്ലേ? എനിക്ക് തന്നെ കിട്ടണം. അയ്യോ ചേച്ചി, പ്രേതമാണോ? അതെ. എന്താ സംശയമുണ്ടോ? അയ്യേ, ഇതോ? എന്താ ഒരു അയ്യേ? എന്നെ കാണാൻ പൊളിയല്ലേ? ആക്ച്വലി ചേച്ചി, ഞങ്ങൾ ഇതല്ല ഉദ്ദേശിച്ചത്. ഞാൻ അഞ്ജലിയൊന്നുമല്ല. എൻ്റെ പേര് നയൻതാരാണ്. പ്രേതത്തിന് പറ്റിയ പേര്. നിങ്ങൾ എന്നെ അങ്ങനെ ഇങ്ങനെയൊന്നും കളിയാക്കണ്ട. ഞാൻ പ്രേതലോകത്തെ മിസ് വേൾഡ് ആടാ. മിസ് വേൾഡ്. പ്രേതലോകത്തെ മിസൈലിരിക്കും. അല്ലെങ്കിലും എനിക്കിത് കിട്ടണം. നിങ്ങൾ വിളിച്ചപ്പോ മഴയാണെന്ന് നോക്കാണ്ട് ഞാൻ വന്നില്ലേ? നന്ദി വേണടാ. എനിക്ക് ആർക്കും ഒരു സ്നേഹമല്ല. ഞാൻ തിരിച്ചു പോവുക. അയ്യേ, ഞങ്ങൾ വെറുതെ. അയ്യോ ചേച്ചി, പോവല്ലേ? എന്തായാലും വന്നതല്ലേ, ഇതാ അവിടെ ഇരിക്കി. ബൈ ദ വേ ചേച്ചി, പ്രേതലോകത്ത് മഴയൊക്കെ ഉണ്ടല്ലോ അല്ലേ? എന്താ അറിയില്ല മോനെ, ഞാൻ ചെന്ന ശേഷം അവിടെ മഴയൊന്നും അങ്ങനെ മര്യാദയ്ക്ക് പെയ്തിട്ടില്ല. എത്ര നാളായി മരിച്ചിട്ട്? ജസ്റ്റ് ഒരു 3 മാസം അത്രേ ആയിട്ടുള്ളൂ. വെറുതെ അല്ല ഇപ്പൊ ഇവിടെ നല്ല മഴ പെയ്യുന്നത്. ചെക്ക വേണ്ട നീ. ചേച്ചിക്ക് അവിടെ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടോ? പിന്നെ അല്ലാതെ ഞങ്ങൾക്ക് അവിടെ ഒരു ഗ്യാങ് തന്നെ ഉണ്ട്. ഗ്യാങ്ങോ? ഓ തന്നെ, ഡേഞ്ചർ ഗേൾസ് എന്നാ പേര്. ഞാനാ ആ ഗ്യാങ്ങിന്റെ ലീഡർ. ചേച്ചി എങ്ങനെയാ മരിച്ചത്? അതൊരു ദിവസം അയൽക്കൂട്ടത്തിന്റെ മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുന്ന ടൈമിൽ പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കാൻ തീരുമാനിച്ചു. എനിക്കിഷ്ടമില്ലാത്ത വ്യക്തിയാണ് പ്രസിഡന്റ് ആവാൻ തീരുമാനിച്ചത്. അപ്പം ഞാൻ അവക്കിട്ട് ഒരെണ്ണം കൊടുത്തു. അവള് കൈ ഉണ്ടായിരുന്ന കൊട എടുത്തിട്ട് എൻ്റെ തലക്ക് ഒറ്റ റെഡി. അപ്പം തന്നെ ഞാൻ തീർന്നു.
എന്നിട്ട് ആ ചേച്ചിനെ പോലീസ് പിടിച്ചില്ലേ? പിടിച്ചു. ഇപ്പൊ അവളെ സെൻറ്റർ ജയിലാണ്. കുറച്ച് കഴിഞ്ഞാൽ ഞാൻ അവളെയും കൊണ്ട് അങ്ങ് പോകും. അത്രയാണ്. അല്ല ചേച്ചി സ്വർഗത്തിലാണോ നരകത്തിലാണോ? ഇതുവരെ അതിനൊരു തീരുമാനമായിട്ടില്ലടാ മോനെ. അതെന്താ? കൊലപാതകമായതുകൊണ്ട്. ഓ ഐ സി. അറേബ്യൻ സി. എന്നാ ശരി, ഞാൻ പോട്ടെ. ഇനി അടുത്ത തവണ ഇതുപോലെ വിളിക്ക്. അപ്പോൾ വരാം. അടുത്ത തവണ വരുമ്പോൾ ഫ്രണ്ട്സിനെയൊക്കെ കൂട്ടിയിട്ട് വരണേ. പിന്നെ അടുത്ത തവണ വിളിക്കുമ്പോൾ നയൻതാരാന്ന് പ്രത്യേകം വിളിക്കണം കേട്ടോ. അല്ലെങ്കിൽ ചിലപ്പോൾ വേറെ ആരെങ്കിലും വരും. ഓ ആയിക്കോട്ടെ, എന്നാ ശരി, ബൈ. ടാറ്റാ, അടുത്ത തവണ കാണാം. ബൈ. അതും പറഞ്ഞ് നയൻതാര തൻ്റെ ലോകത്തേക്ക് യാത്രയായി. സമയം ഒരുപാടായില്ലേ? എല്ലാവരും ഇനി പോയി കിടന്നു. ചെല്ല്, ഞാൻ അവിടെ കിടന്നോളാവേ. സമയം എത്രയായില്ലേ? ഇനി നീ പോണ്ട, നാളെ പോവാം. ആടാ, നാളെ പോവാന്നാല്. അതും പറഞ്ഞ് അബിയും കാർത്തിയും അവൻ്റെ റൂമിലേക്ക് പോയി. കുറച്ച് സമയം കഴിഞ്ഞ്, ചേച്ചി ഞാൻ ഫാൻ ഇടുവാണ്. ഇത്രയും തണുപ്പുള്ളപ്പോഴോ? ഫാൻ ഇല്ലാണ്ട് എനിക്ക് ഉറക്കം വരില്ല ചേച്ചി. എന്നാൽ നീ നിൻ്റെ റൂമിൽ പോയി ഫാൻ ഇട്ട് കിടന്നുറങ്ങിക്കോ. ചെല്ലിപ്പോ പ്ലീസ്. പറ്റില്ലാന്ന് പറഞ്ഞാൽ പറ്റില്ല. ഞാൻ പോവുക. പോകുമ്പോൾ ആ ഡോർ അടച്ചിരുന്നെങ്കിൽ കുറച്ച് സൗകര്യമായേനെ. ഇതെന്താ?